ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഞാൻ അശ്വജിത്തിലേക്ക് മടങ്ങി വരാം. നമുക്കിപ്പം ദുബായിൽ നിന്ന് സുരേഷ് വെള്ളിമറ്റം കൂടി ചേരുന്നുണ്ട്. സുരേഷ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ അറബ് സമൂഹം എന്ത് നിലപാടെടുക്കുന്നു ഈ വിഷയത്തിൽ, അത് വളരെ നിർണായകമാണ്. ഡൊണാൾഡ് ട്രംപ് ഇതിനോടകം തന്നെ ഖത്തർ അമീരിയുമായും സൗദി രാജാവുമായും ഒക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങൾ സൗദി അറേബ്യക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. എന്താണ് പൊതുവെ അറബ് സമൂഹത്തിന്റെ ഈ വിഷയത്തിൽ എങ്ങനെയാണ് അവർ ഇടപെടുന്നത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അറബ് പാർലമെന്റ് ഇന്നലെ ഉപയോഗിച്ച ഒരു വാക്കുണ്ട്, കാട്ടുനീതി. ഇസ്രായേലിന്റെ നിലപാട്, ഇസ്രായേലിന്റെ നടപടി, ഇറാനെ ആക്രമിച്ചിട്ടുള്ള ഇസ്രായേലിന്റെ നടപടി കാട്ടുനീതി എന്നാണ് അറബ് പാർലമെന്റ് പ്രയോഗിച്ചത്. അതോടൊപ്പം തന്നെ ഇന്നലെ ആദ്യ പ്രതികരണം വന്നത് സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നുമായിരുന്നു. ഗൾഫ് മേഖലയിൽ ആദ്യ പ്രതികരണം ഈ ആക്രമണം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിരൂക്ഷമായാണ് സൗദി അറേബ്യ ഇസ്രായേലിനെ വിമർശിച്ചത്. സമാധാനവും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുകയും സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുമാണ് നടപടി ഉണ്ടാകേണ്ടതെന്നാണ് സൗദി അറേബ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെയാണ് ഒമാൻ, UAE അടക്കമുള്ള രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രാലയങ്ങളും അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഇസ്രായേലിനെതിരെ നടത്തിയിട്ടുള്ളത്. ഒറ്റക്കെട്ടായി ഈ അറബ് രാജ്യങ്ങളെല്ലാം ഇപ്പോൾ ഇറാനൊപ്പമാണ് നിൽക്കുന്നത്, ഇറാൻ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞയിടയ്ക്ക് ഇറാനെതിരെ പ്രസ്താവന നടത്തിയതൊക്കെ ആയിരുന്നു GCC രാജ്യങ്ങളെല്ലാം ഒരുമിച്ച്. അത് ഹോർമൂസ് കടലിടുക്കിൽ ദ്വീപുകളുമായി ബന്ധപ്പെട്ട് UAEക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് അന്ന് GCC രാജ്യങ്ങൾ സ്വീകരിച്ചത്. പക്ഷേ ഈ ആക്രമണത്തിന് ശേഷം ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും, അറബ് രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ്. ഇറാന് അനുകൂലമായിട്ട് നിൽക്കുന്നു, ഇസ്രായേലിനെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നു. UAEയുടെ ഭാഗത്തു നിന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന വന്നത് തന്നെ ആവട്ടെ, ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും ഏക ഉത്തരവാദി ഇസ്രായേലാണ്. ഇസ്രായേൽ അല്പം കൂടി ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറണമെന്നുള്ളതാണ് UAEയുടെ ഭാഗത്തു നിന്നും പ്രതികരണം വന്നിട്ടുള്ളത്. ഇങ്ങനെ അതിരൂക്ഷമായി ഇസ്രായേലിനെ വിമർശിക്കുകയും ഇറാനൊപ്പം ഉറച്ചു നിൽക്കുകയുമാണ് ഗൾഫ് രാജ്യം. തീർച്ചയായിട്ടും സുരേഷ്, അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സംഘർഷം ഇങ്ങനെ കടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ക്രൂഡ് ഓയിലിനൊക്കെ വില കുതിച്ചുയരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു സംഘർഷം ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ അത് പൊതുവിപണിയൊക്കെ എങ്ങനെയായിരിക്കും ബാധിക്കുക? അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ ഭാരം വരാൻ പോകുന്നു, അല്ലെങ്കിൽ ചിലവ് വരാൻ പോകുന്നു ഈ രീതിയിൽ യുദ്ധം തുടർന്നാൽ എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ക്രൂഡ് ഓയിലിന്റെ വില, നമ്മൾ ഇത്രയധികം ക്രൂഡ് ഓയിലിന്റെ വില ഇങ്ങനെ ഓരോ നിമിഷവും കുതിച്ചു വരുന്ന ഒരു കാഴ്ച മുൻപ് കണ്ടിട്ടുള്ളത് 2022 അന്ന് യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങുന്ന സമയത്താണ് ഇത്രയ്ക്ക് വലിയ വർധന. ഇന്നലെ 7%, ഇന്ന് 7.4% അടുത്ത് വർധന. ഇങ്ങനെ കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ 13% വർധനയാണ് അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. 74.23 എത്തി നിൽക്കുകയാണ് ക്രൂഡ് ഓയിലിന്റെ വില. അത്ര വലിയ വർധന ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പ്രഡിക്ഷൻ ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ $120 മുതൽ $130 വരെ വില വർധനയിലേക്ക് ഇന്ധനവില പോയേക്കാം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ വലിയ ഭാരം ഉണ്ടാകും. കാരണം ഇന്ധനവില കൂടുന്നതിനൊപ്പം തന്നെ അവശ്യ സാധനങ്ങളുടെ വില വലിയ തോതിൽ വർദ്ധിക്കും, യാത്രാ ചെലവ് വർദ്ധിക്കും, വിമാനയാത്ര നിരക്കും. ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ വളരെ പാനിക് സിറ്റുവേഷനിലേക്ക് പൊതുവെ മാർക്കറ്റ് പോകും, അതിൽ സംശയമില്ല. അത് തന്നെയാണ് പൊതുവിപണിയിലും ഇപ്പോൾ കാണുന്നത്. നേരത്തെ സുരേഷ് പറഞ്ഞതുപോലെ തന്നെ ഇനി ഇന്ധനവില വർദ്ധിക്കും, അസംസ്കൃത എണ്ണയുടെ വില $120 വരെ വർദ്ധിക്കുമെന്നൊക്കെയാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.